ശ്രീ അലി അക്ബർ, ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായി വീണ്ടും സുകുമാരക്കുറുപ്പിനെ പിടികൂടാനുള്ള ശ്രമത്തിലേക്ക് കേരള പോലീസ് പോയേക്കും എന്ന സൂചനകൾ വരുന്നു. ആ കേസ് ഫയൽ വീണ്ടും ചർച്ചയാവുകയാണ്. ഇത് വിശദമായി അന്വേഷിച്ച ഉദ്യോഗസ്ഥനാണ് താങ്കൾ. താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഈ കേസിൽ ഇനിയും അന്വേഷിക്കാനുണ്ട്, ഇനിയും അന്വേഷിച്ചാൽ കണ്ടെത്താൻ കഴിയും കുറുപ്പിനെ എന്ന്? തീർച്ചയായും ഈ കേസിൻ്റെ എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഞാൻ താമസിക്കുന്ന വീടിന് 2.5 കിലോമീറ്റർ വടക്കുമാറി തോട്ടപ്പള്ളി എന്ന് പറയുന്ന ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ചാണ് കരുവാറ്റയിൽ നിന്നും വീട്ടിലേക്ക് പോകാനായിട്ടിരുന്ന ഫിലിം റെപ്രസെൻറ്റേറ്റീവ് ചാക്കോയെ കയറ്റിക്കൊണ്ട് വന്നത്. തോട്ടപ്പള്ളിയിൽ നിന്ന് നേരെ ആലപ്പുഴ ഭാഗത്തേക്ക് പോകുന്നതിന് പകരം പെട്ടെന്ന് ലെഫ്റ്റ് തിരിച്ച് തീരദേശ റോഡിലേക്ക് കൂടി തൃക്കുന്നപ്പുഴ റോഡിലേക്ക് തിരിഞ്ഞു. ആ സമയത്ത് ആ മനുഷ്യൻ പറയുന്നുണ്ട്, എൻ്റെ ഭാര്യ ഗർഭിണിയാണ്, ദൈവത്തെ ഓർത്ത് നിങ്ങൾ എന്നെ കൊല്ലരുത് എന്ന് പറഞ്ഞപ്പോൾ ഭാസ്കരപിള്ള അയാളുടെ വായിൽ കുത്തിപ്പിടിക്കുകയും ഷാഹുൽ ഹമീദും ചാവക്കാട് സ്വദേശിയായ ഷാഹുൽ ഹമീദും ഭാസ്കരപിള്ളയും ചേർന്നാണ് അയാളെ കൊല്ലുന്നത്. ഭാസ്കരപിള്ള ഇച്ചിരി മദ്യപാനിയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ മദ്യപിച്ചിട്ടില്ലെങ്കിലും പോലീസ് സേനയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ഞാൻ രഹസ്യമായ കേന്ദ്രത്തിൽ കൊണ്ടുപോയി മദ്യപിച്ച് അന്ന് നടന്ന കൊലപാതകത്തെക്കുറിച്ച് ഭാസ്കരപിള്ള വളരെ വ്യക്തമായി പറഞ്ഞു. ആ പറഞ്ഞതിൽ നിന്നും ഒരു മനുഷ്യൻ എന്ന നിലയിൽ, ഒരു മനുഷ്യസ്നേഹി എന്ന നിലയിൽ പോലീസ് സേനയുടെ അന്തസ്സ് എപ്പോഴൊക്കെ നഷ്ടപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടോ ആ സമയത്തെല്ലാം ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥർ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്കും SP ഓഫീസുകളിലേക്കും വിളിച്ച് എന്നോട് പോലീസ് സേനയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കണം, പ്രതിയെ എവിടെ ജീവിച്ചിരുന്നാലും കൊണ്ടുവരണമെന്ന് പറഞ്ഞ് എന്നെ ഔദ്യോഗികമായി ഏൽപ്പിച്ചിട്ടുള്ള മുഴുവൻ കേസുകളിലും എൻ്റെ 34 വർഷത്തെ സർവീസ് ജീവിതത്തിനിടയിൽ സ്വന്തം ജീവൻ പണയം വെച്ചും 6 തവണ വധശ്രമങ്ങളിൽ നിന്നും ദൈവത്തിൻ്റെ കാരുണ്യത്താൽ രക്ഷപ്പെട്ടും ഞാൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും പ്രതികളെയെല്ലാം കണ്ടെത്തുകയും ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സുകുമാരക്കുറുപ്പിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന്. അങ്ങനെ 2017 അന്നത്തെ ക്രൈംബ്രാഞ്ചിൻ്റെ തലവനായിരുന്ന ബഹുമാന്യനായ നിതിൻ അഗർവാൾ സാറ് എൻ്റെ പേരിൽ ഒരു ഓർഡർ ഇറക്കുകയും സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിക്കുന്നോ മരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ശവമാടം എവിടെയാണ്, അത് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും, അതുകൊണ്ട് നിങ്ങൾ കണ്ടെത്തണമെന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചു. വളരെ കഷ്ടപ്പെട്ട് രഹസ്യമായി വേഷം മാറി ഞാൻ നിരവധി സ്ഥലങ്ങളിലും സംസ്ഥാനം വിട്ടും സഞ്ചരിച്ചിട്ട് ഞാൻ അന്ന് കണ്ടെത്തിയ കാര്യങ്ങളും എനിക്കിപ്പോൾ വെളിവാക്കാൻ പറ്റാത്ത എന്തെങ്കിലും പിടിക്കാനത് സഹായകമാകും എന്നുള്ളത് കൊണ്ട് പുറത്ത് വിശദീകരിക്കാൻ പറ്റാത്ത തരത്തിൽ കുടുംബത്തുള്ളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായ വിവരങ്ങൾ ഞാൻ ചോദിച്ചോട്ടെ, താങ്കൾക്ക് 2017 ഈ കേസ് അന്വേഷിച്ച സമയത്ത് അന്ന് സുകുമാരക്കുറുപ്പ് ജീവനോടെ ഉണ്ട് എന്ന് തോന്നാനുള്ള കാരണം എന്തായിരുന്നു സാർ? അതിന് തോന്നാനുള്ള കാരണം, ഞാൻ അന്ന് ഈ കേസ് അന്വേഷിക്കുന്ന സമയത്ത് ഈ സുകുമാരക്കുറുപ്പിൻ്റെയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ സുരേഷ് കുറുപ്പിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരി രാധാമണിയുടെയും അളിയൻ്റെ സഹോദരി മധ്യപ്രദേശിലെ ഒറീസ, പഞ്ചാബ്, UP, അമേരിക്കയിൽ നിന്ന് വരെ ഇപ്പോൾ എനിക്ക് വെളിപ്പെടുത്താൻ പറ്റാത്ത ഉന്നതനായ ഒരു പോലീസ് ഓഫീസറുമായും ഒരു ലോയറുമായിട്ടും നിരന്തരം വരുന്ന കോളുകൾ ഞാനന്ന് പഠനവിധേയമാക്കിയിരുന്നു. 5 ഫോൺ മാറി മാറി ഉപയോഗിക്കുന്ന ഒരു മധ്യപ്രദേശിലെ സുരേഷ് കുറുപ്പിൻ്റെ ബന്ധുവിനെയും എനിക്ക് സംശയിക്കേണ്ടി വന്നു. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ നിന്നും ഉള്ള കോളുകളും വളരെ വ്യക്തമായി എനിക്ക് മനസ്സിലാക്കി. ഞാനിപ്പോൾ വെളിവാക്കുന്നില്ല. അന്ന് എനിക്ക് ഒരു കിട്ടിയ സോഴ്സ് ഞാനിപ്പോൾ പറയാൻ പറ്റില്ല. ഏതെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് അത് പ്രയോജനപ്പെടുമെങ്കിൽ അത് പരിശോധിക്കേണ്ടതുള്ളത് കൊണ്ട് ഞാനത് വെളിവാക്കുന്നില്ല. ആ കുടുംബത്തിൽ നിന്ന് തന്നെ എനിക്ക് ജീവിച്ചിരിക്കുന്നു എന്ന് നിഗമനത്തിലെത്തുവാനുള്ള തെളിവുകൾ ലഭിച്ചിരുന്നു. എനിക്ക് ആദ്യമേ ഞാനിതിൻ്റെ മുഖവര കേട്ടു. അദ്ദേഹത്തിന് ഇപ്പോൾ 82 വയസ്സായി കാണും എന്ന് പറയുന്നത് ശരിയല്ല. അദ്ദേഹത്തിന് ഇപ്പോൾ 78 വയസ്സേ ആയിട്ടുള്ളൂ. അദ്ദേഹം ആലപ്പുഴ ജില്ലയിലെ ചെറിയനാട് ദേവസ്വം ബോർഡ് സ്കൂളിലാണ് പഠിച്ചത്. അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 1948. അങ്ങനെ വരുമ്പോൾ 78 വയസ്സേ ഇപ്പോൾ പ്രായമായിട്ടുള്ളൂ. ഞാനന്ന് അന്വേഷിക്കുന്ന സമയത്ത് 70-71 കടക്കുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ TC 7/2017
1965 നമ്പറായി അദ്ദേഹം TC വാങ്ങിയിരുന്നു ചെറിയനാട് ദേവസ്വം ബോർഡ് സ്കൂളിൽ നിന്ന്. അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ പരേഡ് അദ്ദേഹത്തിൻ്റെ കഴുത്തിന് പുറകുവശത്ത് ഒരു കറുത്ത മറുക്. അതുപോലെ തന്നെ ഇദ്ദേഹത്തെ കണ്ടെത്തിയ 2 വ്യക്തികളെ ഞാൻ കണ്ട് മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഒന്ന് രത്നമ്മ. ആ രത്നമ്മ പറയുന്നത് വ്യക്തമായി വിശ്വസിക്കാം. കൂടാതെ അന്ന് ആശുപത്രിയിൽ ചികിത്സ അവിടുത്തെ സ്റ്റാഫുകൾക്കല്ലാതെ പുറത്തുനിന്ന് ഒരാൾക്ക് ചികിത്സ നൽകണമെങ്കിൽ മന്ത്രിതലത്തിന് മുകളിലോട്ടുള്ള റെക്കമെൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. അത്തരത്തിൽ ഒരാൾ അവിടെ ജോലി ചെയ്യാത്ത ഇരുമ്പ് നിർമ്മാണശാലയിൽ ജോലി ചെയ്യാത്ത ഒരാൾക്ക് സുകുമാരക്കുറുപ്പിനെ സഹായിക്കാൻ ഉന്നത തലത്തിൽ ഇടപെടൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. താങ്കൾ പേരുകൾ പറയുന്നില്ലെങ്കിലും ആ ഇടപെടൽ എങ്ങനെയാണെന്ന് പറയുന്നില്ലെങ്കിലും ബോധ്യമാവുന്ന കാര്യം കുറുപ്പിനെ സംരക്ഷിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു നമ്മുടെ ഭരണ സംവിധാനത്തിൽ. അങ്ങനെയാണോ? ഒരു കാര്യം മനസ്സിലാക്കുക, എൻ്റെ സർവീസ് ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാലം ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാനത്തെ പോലീസ് ഏജൻസികളെക്കാളും ഏറ്റവും കഴിവുറ്റ ഒരു പോലീസ് സേനയാണ് കേരള പോലീസ് സേന. ഞാൻ ഈ വിവിധ സംസ്ഥാനങ്ങളിൽ അന്വേഷണത്തിൻ്റെ ഭാഗമായി പോയിട്ടുണ്ട്. അവിടുത്തെയൊക്കെ പോലീസിൻ്റെ പ്രവർത്തന രീതിയും കേരളവുമായി നമ്മളൊന്ന് താരതമ്യം ചെയ്താൽ കേരള പോലീസിന് CBIക്ക് ഞാൻ CBI അന്വേഷണത്തിന് കേരളത്തിൽ വന്ന പ്രധാനപ്പെട്ട 2-3 കേസുകളിൽ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തി അവർക്ക് പ്രതികളെ പിടിക്കാനുള്ള സഹായം ചെയ്തു കൊടുത്ത ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ CBIയുടെ അന്വേഷണത്തെ നമുക്കറിയാം. അതിനേക്കാളും പല മേഖലകളിലും കഴുത്തുറ്റ അന്വേഷണ പാഠവുമുള്ളവരാണ് പോലീസ് സേനയിലുള്ളവർ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കേസുമായി ബന്ധപ്പെട്ടപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ തരത്തിലുള്ള ഇടപെടലുകളാണ് അന്ന് ആ മേഖലയിൽ പല മേഖലയിൽ നിന്നും എന്നെ വിളിച്ച് ഞാൻ ചെറിയനാട് ചെന്നിരുന്നോ മറ്റടുത്ത് പോയിരുന്നോ എന്തെങ്കിലും കേസ് അന്വേഷിക്കാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന തരത്തിലേക്കുള്ള ചില എൻക്വയറികൾ വന്നിരുന്നു. മാത്രമല്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സുകുമാരക്കുറുപ്പിൻ്റെ സ്വത്തുക്കൾ പലതും കണ്ടുകെട്ടിയിട്ടില്ല. ആ കണ്ടെത്താത്ത സ്വത്തുക്കളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഞാൻ കണ്ടെത്തിയിരുന്നു. അതിൻ്റെ സർവേ നമ്പർ, അതിൻ്റെ തണ്ടപ്പേര് നമ്പർ, അത് ആരുടെ പേരിലാണ്, അവിടെ ഇപ്പോൾ ആരാണ് താമസിക്കുന്നത്, അവരുമായി നിരന്തരമുള്ള ഫോൺ ബന്ധങ്ങൾ, ഇതെല്ലാം ഞാൻ പഠനവിധേയമാക്കി. ഒരു കാര്യം ഉറപ്പാണ്, ലോകത്തിൻ്റെ എവിടെ പോയി ഒളിച്ചാലും ഇന്നത്തെ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് കേരള പോലീസിന് വളരെ വ്യക്തമായി തന്നെ കണ്ടെത്താൻ കഴിയും. സുകുമാരക്കുറുപ്പിൻ്റെ കുടുംബത്തെക്കുറിച്ച് ശരിക്കും പഠിച്ചതിൽ നിന്ന് സുകുമാരക്കുറുപ്പ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ആ കുടുംബം അനുവർത്തിക്കുന്ന ചില ചടങ്ങുകളെ സംബന്ധിച്ച് ആ കുടുംബവുമായി നിരന്തരമായി ബന്ധമുണ്ടായിരുന്ന ആത്മീയ ആചാര്യന്മാരുമായി ഞാൻ രഹസ്യമായി കണ്ടിട്ടുണ്ട്. മരിച്ചിരുന്നെങ്കിൽ തീർച്ചയായും അവരുടെ കുടുംബത്തിലൊരു ശ്രാദ്ധം നടത്തുകയും മരണാനന്തര കർമ്മങ്ങൾ അവർ നടത്തുകയും ചെയ്യുമായിരുന്നു. മാത്രമല്ല അദ്ദേഹം ജീവിച്ചിരിക്കുന്നു എന്ന് 99% വിശ്വസിക്കാൻ കഴിയുന്ന ചില മൊഴികൾ അന്ന് കുടുംബത്തിലുള്ള ചില സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ കുടുംബത്തിലെ ചില അംഗങ്ങൾ സ്വസ്ഥമായി കേരളത്തിൽ വന്ന് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കൂടുതൽ ഞാൻ വെളിവാക്കുന്നില്ല. ഇപ്പം ഞാൻ ഇത് ചോദിച്ചത് കൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. എൻ്റെ വിശ്വാസപ്രകാരം സുകുമാരക്കുറുപ്പ് അന്ന് 70 വയസ്സ് കഴിഞ്ഞ് 71 വയസ്സിലേക്ക് ആകുന്നു. അദ്ദേഹം ജീവിച്ചിരിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കൂടാതെ തന്നെ നിരന്തരമായി അത് കണ്ടെത്താൻ ഉതകുന്ന ഒരു നല്ല ഇൻവെസ്റ്റിഗേറ്റർക്ക് വേണ്ട മുഴുവൻ മെറ്റീരിയൽ എവിഡൻസുകളും എൻ്റെ റിപ്പോർട്ടിൽ ഞാൻ ശേഖരിച്ചു കൊടുത്തിട്ടുണ്ട്. ശരി.